റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി നോക്കുകുത്തിയാവുന്നു. വളരെ പ്രധാനപ്പെട്ട കേസുകളിൽ പോലും പരാതികളിൽ നടപടിയില്ല. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന് വരാപ്പുഴ കസ്റ്റഡി കൊലപാതകത്തിൽ മരിച്ച ശ്രീജിത്തിന്റെ അമ്മ ശ്യാമള പ്രതികരിച്ചു. ഒന്ന് കേൾക്കാം. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. അവർ അന്വേഷിച്ചു പോലും വന്നിട്ടില്ല. ഇവിടെ 8 വർഷവും ഇപ്പം ഞങ്ങൾ അനുഭവിക്കുന്ന വേദന. ഓരോ വർഷം വരുമ്പോഴും ഈ വേദന തിന്ന് മനുഷ്യൻ ഇല്ലാണ്ടാവുകയാണ്. ഇതുവരെ ഒന്നും ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടില്ല. വന്നിട്ടുമില്ല, അന്വേഷിച്ച് വിളിച്ചിട്ടുമില്ല ആരും. പക്ഷെ അത് പോലീസിൻ്റെ അന്വേഷണമല്ലേ നടക്കുന്നത്. ഇവരും കൂടി എന്തെങ്കിലും ഒരു അതോറിറ്റിക്കാർ ചെയ്യണ്ടേ, അത് അവരൊന്നും ചെയ്യണില്ല. ഇത് ഒരു കേസല്ല കേട്ടോ, ഒരുപാട് കേസുകളുണ്ട്. നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് താമിർ ജഫ്രിയുടെ കുടുംബത്തിന്റെയും ആരോപണം. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി പരാതി കൊടുത്തതാണ്, ഒരു നടപടിയും ഉണ്ടായില്ല. ഫസ്റ്റിൽ കൊടുത്ത കംപ്ലൈന്റ് അതോറിറ്റി, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റീസാണ്. പക്ഷെ അതില് കുറെ കഴിഞ്ഞിട്ടാണ് എന്നെ വിളിപ്പിച്ചത്. മറ്റുള്ള നമ്മളെ CBIന്റെ കേസ് നടപടി സ്വീകരിച്ചിട്ട് ശേഷമാണ് കംപ്ലൈന്റ് അതോറിറ്റി നമ്മളെ വിളിപ്പിച്ചത്. അതിന് ശേഷം 3-4 സിറ്റിംഗ് ആയി. പ്രത്യേകിച്ചൊരു ഗുണമൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ മാസം ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരെന്തോ ഒരു മരണകാരണം മാറ്റിവെച്ചു. ക്രൂരമായ പോലീസ് മർദ്ദനത്തിന്റെ തെളിവ് നൽകിയിട്ടും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി നടപടി എടുത്തില്ലെന്ന് അങ്കമാലി സ്വദേശിയായ ജിജോയും റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേസായ 3ാമത് കേൾക്കാം. പരാതി കംപ്ലൈന്റ് അതോറിറ്റിയിലും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും DGPക്കും എല്ലാം കൊടുത്തിരുന്നു. കംപ്ലൈന്റ് അതോറിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വിളി വന്നറിഞ്ഞുകൊണ്ട് നമ്മളവിടെ കേസ് വാദിച്ചു. എറണാകുളം കംപ്ലൈന്റ് അതോറിറ്റിയിലാണ് നാരായണക്കുറുപ്പ് സാറാണ് നമ്മുടെ കേസ് ജഡ്ജായിരുന്നത്. അപ്പോൾ അവിടെ നമ്മളെ സത്യം മനസ്സിലാക്കി പുള്ളി സാറ് ഞങ്ങൾക്ക് ഒരു ഓർഡർ ഇട്ടു. 5 ലക്ഷം രൂപ ഗവൺമെൻറ്റിൽ നിന്നും 15 ലക്ഷം രൂപ ഈ അനൂപ് സാറിൻ്റെ നിന്നും SI അനൂപ് സാറിൻ്റെ നിന്നും വസൂലാക്കി തരണമെന്ന് കോടതി വിധി വെച്ചു. ഇതിന് അവർ അപ്പീൽ പോയി തിരുവനന്തപുരം കംപ്ലൈന്റ് അതോറിറ്റിയിലെ കോടതിക്ക് വിട്ടു. അതിനുശേഷം ഞങ്ങൾ ഒരു 6-7 വട്ടം ഞാൻ തിരുവനന്തപുരം കംപ്ലൈന്റ് അതോറിറ്റി പോയി. ഓക്കെ, ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലേബി സജീന്ദ്രൻ, നമുക്ക് എന്തിനാണ് ഇങ്ങനെയൊരു കംപ്ലൈന്റ് അതോറിറ്റി? നേരത്തെ നാരായണക്കുറുപ്പൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ പൊതുവെ ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു നോക്കുകുത്തി മാത്രമാണോ? സർക്കാരിന്റെ ചെലവിൽ സാധാരണ നികുതിപ്പണം എടുത്ത് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുകയും അതിനുള്ള സംവിധാനങ്ങൾ കൊടുക്കുകയും ചെയ്ത് അത് ധൂർത്തടിക്കുന്ന ഒരു സംവിധാനം മാത്രമായി മാറുകയാണോ കംപ്ലൈന്റ് അതോറിറ്റി? ഇത്രയുമധികം ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഇത്രയുമധികം കസ്റ്റഡി മർദ്ദനത്തിന്റെയും കസ്റ്റഡി കൊലപാതകത്തിന്റെയും അടക്കം കേസുകൾ വന്നിട്ടും നോക്കുകുത്തിയായി കംപ്ലൈന്റ് അതോറിറ്റി എങ്ങനെയാണ് മാറുന്നത്? ഗുഡ് മോർണിംഗ് ലിബി. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. നമ്മളിപ്പോൾ കേട്ട പ്രതികരണങ്ങളിൽ 2 കേരളത്തിലെ ഏറ്റവും പ്രമാദമായ കസ്റ്റഡി മരണ കേസിലെ ഇരകളുടെ കുടുംബാംഗങ്ങളുടേതാണ്. വരാപ്പുഴയിൽ നിന്നുള്ള ശ്രീജിത്തിന്റെ അമ്മ ശ്യാമള പറയുന്നത് തന്നെ വ്യക്തമാണല്ലോ, ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വർഷം 8 ആയി. അതിനുശേഷം സംസാരിച്ച താമിർ ജഫ്രിയുടെ സഹോദരൻ ഹാരിസ്. ഈ 2 പരാതികൾക്കും മറുപടി പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റി നൽകിയേ മതിയാവൂ. ഡോക്ടർ അരുൺ, ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി, പോലീസിന്റെ ഭാഗത്തു നിന്ന് മർദ്ദനമുണ്ടായാൽ നീതി ലഭ്യമാകുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ് പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റി. 2006 പ്രകാശ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ കേസിനെ തുടർന്നാണ് ഇത്തരത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലീസ് മർദ്ദനം ഉണ്ടായാൽ, പോലീസിന്റെ ഭാഗത്തു നിന്ന് ക്രൂരമായ പീഡനം ഉണ്ടായാൽ പരാതി നൽകാനായി ഒരു സംവിധാനം വേണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്, സുപ്രീം കോടതി ഉത്തരവിട്ടത്. അതിനെ തുടർന്ന് അത് തീരുമാനമാകാൻ കേരളത്തിൽ 2012 വരെ കാത്തിരിക്കേണ്ടി വന്നു. 2012 കേരളത്തിൽ ഇത്തരത്തിൽ പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റി നിലവിൽ വന്നത്. 2012 ശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2014 മുതൽ 17 വരെ ജസ്റ്റിസ് നാരായണക്കുറുപ്പിന്റെ കാലത്തൊക്കെ കുറേ അധികം ഇടപെടലുകൾ നടത്തിയതായി നമ്മൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുമുണ്ട്. ഒരുപാട് പേരുടെ സാക്ഷ്യപ്പെടുത്തലുമുണ്ട്. എന്നാൽ അതിനുശേഷം 2017 മുതൽ ഇങ്ങോട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കാര്യമായ ചലനമില്ല, നിശബ്ദമായി നിസ്സംഗമായി കിടക്കുന്നു എന്ന് തന്നെയാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഡോക്ടർ ഓർക്കേണ്ടതുണ്ട്, ഇത്തരത്തിൽ ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ ഹൈക്കോടതിയിൽ നിന്ന്
വിരമിച്ച ജഡ്ജിയാകണം ചെയർമാൻ. ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് VK മോഹനാണ്. കൂടാതെ രണ്ടുപേർ അംഗങ്ങൾ, ഒരാൾ വിരമിച്ച ജില്ലാ കോടതി ജഡ്ജി, ഒരാൾ വിരമിച്ച ലോ ആൻഡ് ഓർഡർ DGP. അതുകൂടാതെ 2 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുമുണ്ട്. അതൊന്ന് ഹോം സെക്രട്ടറി, ഒന്ന് ലോ ആൻഡ് ഓർഡർ DGP. ഇത്രയും സംവിധാനങ്ങൾ ഇങ്ങനെ ഉണർന്നു നിൽക്കുമ്പോഴാണ് ഈ സാധാരണക്കാരായ ജനങ്ങൾ നീതി കിട്ടാതെ കിടന്നലയുന്നത്. ഇത് കൊട്ടിയടയ്ക്കപ്പെടുന്ന ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ കഥക എന്തിനാണ്, പിന്നെ എന്തിനാണ് ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ നോക്കുകുത്തിയായി പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഇങ്ങനെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന പ്രസക്തമായ ചോദ്യം തന്നെയാണ് ഡോക്ടർ അരുൺ ഈ ഘട്ടത്തിൽ ഉയരുന്നത്. പ്രധാന ചോദ്യമാണ്, ഇങ്ങനെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സ്ഥാപനം നമുക്ക് ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ അതൊരു എന്താ പറയുക, വെള്ളാനയായിട്ട് മാറി എന്നുള്ളതാണ് വാസ്തവം.